എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ ബ്രെഡും വെജിറ്റബിൾസും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടി മാറ്റാം. അത് 4 പീസ് ബ്രെഡും സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 4 പീസ് ബ്രെഡിനെ നമ്മൾ 8ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് ഒരു ഉരുളക്കിഴങ്ങും ഒരു ബീട്രൂട്ടും വേവിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഉടഞ്ഞു ചേരുന്ന വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ബീട്രൂട്ട് ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. അത് ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് മസാലയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴട്ടി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പകുതി സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇതൊരു വലിയ സവാളയുടെ പകുതിയാണ്. ചെറിയ സവാളയാണെങ്കിൽ ഒരു ഫുൾ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് ഇതേപോലെ വാടി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയും ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തയ്യാറാക്കിയെടുത്ത മസാലയൊക്കെ നന്നായിട്ട് ആ വെജിറ്റബിൾസിലേക്ക് നല്ല രീതിയിൽ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാനുള്ള മസാലയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല തയ്യാറാക്കി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് പീസസും എടുത്തിട്ട് മസാല അതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തി നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡിലും നമുക്ക് ഇതേപോലെ ഈ മസാല തയ്യാറാക്കിയത് പരത്തി വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രെഡിലെല്ലാം മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയും ഉപ്പും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു രീതിയിൽ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് പീസും ഇതേപോലെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും നന്നായി പിടിക്കത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പീസസും നമുക്ക് ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു സൈഡ് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ആ സൈഡും അതേപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു കളറാകുമ്പോഴേക്കും കോരി മാറ്റാം. അപ്പോൾ ബ്രെഡും വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രെഡും ബ്രെഡ് ക്രംസും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.